ബന്ദിപ്പൂര് വനത്തിലൂടെ ഒരു യാത്ര പോയതാണ്. ധാരാളം മാനുകളുണ്ടായിരുന്നു. ഇത്രയും മാൻകൂട്ടത്തെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ധാരാളം മാനുകളുണ്ടായിരുന്നു. ഈവനിങ് സമയമായതുകൊണ്ടായിരിക്കും ഇത്രയും മാനുകളൊക്കെ ഇങ്ങനെ മേയുന്നത്. വണ്ടി കുറച്ചുകൂടെ സ്പീഡിലാണ് പോയത്. ഞാൻ വീഡിയോ കുറച്ച് സ്പീഡ് കുറച്ചതാണ്. സമയം കഴിഞ്ഞാൽ ഈ വഴിക്ക് വാഹനങ്ങൾ കടത്തി വിടില്ല. അതുകൊണ്ട് അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ കടന്നു പോയിരുന്നു. അപ്പോൾ ധാരാളം എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇങ്ങനെ മാൻകൂട്ടങ്ങളൊക്കെ നിന്നിരുന്നത്. ഞാൻ ഇരിക്കുന്ന സൈഡിൽ ഇത്ര മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വേഗത്തിൽ പുല്ലൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. പിന്നെ റോഡിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ തെളിച്ചിട്ടത് കൊണ്ട് നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണുന്നതിന് എളുപ്പമായിരുന്നു. ധാരാളം മയിലുകളെയും മാനുകളെയും മാൻകൂട്ടങ്ങളൊക്കെ എൻ്റെ സൈഡിൽ വന്നതാണിത് കേട്ടോ. മാനുകളെയും കാട്ടാനകളെയും കാട്ടുപോത്തിനെയും ഒക്കെ കാണാൻ പറ്റി. പിന്നെ സന്ധ്യാസമയം ആയതുകൊണ്ട് ആനകളൊക്കെ ഫ്ലാഷ് അടിക്കണ്ട, ഫോട്ടോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ 2 ആനകളുണ്ടായിരുന്നു. അവർ വേറൊരു വാഹനത്തിൻ്റെ മറവിൽ നമുക്കത് ജസ്റ്റ് മിസ്സായിപ്പോയി. ഇതാണത്. നമ്മൾ ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്കും ഒരു വാഹനം ക്രോസ് ചെയ്ത്, അപ്പോൾ നമുക്ക് ചെറുതായിട്ടേ കാണാൻ പറ്റിയുള്ളൂ. അതാണ് നിൽക്കുന്നത്, ഈ കാറിൻ്റെ പിന്നിലാണ്. പിന്നെ കാട്ടുപോത്തുകളുണ്ടായിരുന്നു. ധാരാളം മാനുകൾ ഈ സൈഡിലും ഉണ്ടായിരുന്നു. പിന്നെ വളർത്തുന്ന ആനയാണോ എന്നറിയത്തില്ല. നേരം കുറച്ച് സന്ധ്യ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാന അവിടെ നിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് സ്ഥിരം ആ വഴി പോകുമ്പോൾ കാണുന്ന ആനയാണ്. ഇതൊരു കാട്ടുപോത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ധാരാളം മൃഗങ്ങളെ കാണാൻ പറ്റി. ഇതാണ് ഞാൻ പറഞ്ഞ വളർത്തുന്ന ആനയാണോ എന്ന് സംശയം.